ഡേ. ആ സ്പോട്ടിൽ തന്നെ നന്ദൻ്റെ വിളി വന്നതും രണ്ടും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ഒറ്റ ഓട്ടമായിരുന്നു. അവരുടെ രണ്ടിൻ്റെയും പോക്ക് കണ്ടുകൊണ്ടാണ് ആകെ ക്ഷീണിച്ചുകൊണ്ട് ഗൗതം കയറി വരുന്നത്. ഡാ, കുഴപ്പമൊന്നുമില്ലല്ലോ. നന്ദൻ സുഖാന്വേഷണത്തിലാണ്. ആ ക്ഷീണത്തിലും ഗൗതം അവനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി. പട്ടി, കായവരി, തിണ്ടി. മനസ്സിൽ നന്ദനെ നന്നായി സ്മരിച്ചു. പുറമേ പറഞ്ഞാൽ ചിലപ്പോൾ ഈ അവസ്ഥയിൽ തടിക്ക് നല്ലോണം കേടുവരും. നന്ദ, ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ നീ ഒന്ന് നടത്തി തരൂ? ഗൗതം താഴ്മയായി ചോദിച്ചു. നന്ദൻ സംശയത്തോടെ അവനെ നോക്കി. എന്നെ ജീവനോടെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ കെട്ടാൻ പോകുന്ന മരണമണിയെയും പാർവതി തമ്പ്രാട്ടിയെയും ഈ നിമിഷം ഒന്ന് കൊണ്ടുപോയി തരാമോ? ശിഷ്ടകാലം ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. എന്നാലും എഞ്ചിൻ ചായച്ചാവാൻ എനിക്ക് വയ്യ. ഗൗതം പറഞ്ഞു തീരും മുന്നേ കസേരയിലിരുന്ന് വയറൊക്കെ തടവൽ തുടങ്ങി. ആ ചായ ശരിക്കേറ്റ മട്ടുണ്ട്. നന്ദൻ താടിക്കും കൈ കൊടുത്ത് അവൻ്റെ അടുത്തിരുന്ന് പോയി. ഗൗതമിനെ കുറ്റം പറയാനും പറ്റില്ല. പഴക്കക്കടയ്ക്കകത്ത് തീപ്പെട്ടിയിരിക്കും പോലെയുള്ള സാധനങ്ങളാണ്. രണ്ടും ഒരുമിച്ച സാക്ഷാൽ ബാഹുബലി വരെ ഒന്ന് വേർക്കും. പോയ സാധനങ്ങൾ ഇനി ഏതാണാവോ തകർക്കുന്നത്. നന്ദൻ്റെ ചുറ്റും ബട്ടർഫ്ലൈസ് ഒക്കെ പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പാറു, ഈ വെള്ളം നീ കയറി വരുന്നവർക്ക് കൊടുത്തേ. ഉടുത്ത സാരി ഒരു വിധത്തിൽ താങ്ങിപ്പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നടക്കുന്നതിനിടയിലാണ് ഒരു ട്രെയിൻ പിടിച്ചുകൊണ്ട് അമ്മ പറഞ്ഞത്. പാറു അമ്മയെ ദയനീയമായി ഒന്ന് നോക്കി. പെങ്ങളുടെ കല്യാണത്തലേന്ന് സാരി എടുക്കണമെന്ന് വാശി പിടിച്ച ഗൗതമിനെയും ഒന്ന് മനസ്സിൽ സ്മരിച്ചു. പാട്ടി. പാറു ട്രെയിൽ നിന്നും ഒരു കപ്പ് വെള്ളം എടുത്തു കുടിച്ചുകൊണ്ട് ബാക്കിയുള്ളവയും കയ്യിൽ ഒതുക്കിക്കൊണ്ട് ഉമ്മറത്തേക്ക് നടന്നു. തലേന്നായതുകൊണ്ട് തന്നെ വളരെ ചെറിയ പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുടുംബക്കാർ മാത്രം പങ്കെടുക്കുന്ന ചെറിയൊരു ഫംഗ്ഷൻ. നന്ദൻ പോലും നേരെ വണ്ണം മാറ്റിയിട്ടില്ല. മണിയും സിമ്പിളായി ഒന്നൊരുങ്ങി. പക്ഷേ പാറു അതൊരൊന്നൊന്നര ആനച്ചന്തമായി മാറി. ഗൗതം ഇടയ്ക്കിടെ അവളെ നോക്കുന്നുണ്ട്. കണ്ണു തെറ്റിയാൽ മുങ്ങുന്ന സൈസാണ്. നന്ദേട്ടാ, ഒരു സെൽഫി. നന്ദൻ ആരോടോ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് കുറച്ച് പിള്ളേർ വന്ന് ചോദിച്ചത്. നന്ദൻ ഒന്ന് നിന്നു കൊടുത്തു. അത് പകർത്തുന്നതിനിടയിൽ ഒരു വിരുദ്ധൻ്റെ കണ്ണുകൾ മണിയിലെത്തിയിരുന്നു. അയ്യോ, മണിയേച്ചി വിളിച്ചില്ല, ചേച്ചി പറയുന്നതിനോടൊപ്പം അവൻ വിളിച്ചു. ആരോടും സംസാരിച്ച് നിൽക്കുന്നതിനിടയിൽ അവൻ്റെ വിളി കേട്ട് മണി തലചിരിച്ചു നോക്കിയപ്പോൾ കാണുന്നത് കുട്ടിപ്പട്ടാളങ്ങളുടെ ഇടയിൽ കുസൃതി ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന നന്ദനെയാണ്. മണിയുടെ ചുണ്ടിലെ പുഞ്ചിരി മായ്ക്കാതെ അവരുടെ അടുത്തേക്ക് നടന്നു. ചേച്ചി, ഒരു സെൽഫി എടുക്കാം? ഒരു കുട്ടി ചോദിച്ചതും അവളൊന്ന് തലയാട്ടിക്കൊണ്ട് കുട്ടികൾക്കടുത്തേക്ക് നിന്നതും നന്ദൻ ഒരു ചെറിയ ചിരിയോടെ അവളെ വലിച്ച് തന്നോട് ചേർത്ത് നിർത്തി. മണിയൊന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കിയതും അവൻ ക്യാമറയിലേക്ക് കണ്ണുകൾ നാട്ടി നിൽക്കുകയാണ്. അങ്ങോട്ട് നോക്കിട്ടുണ്ട് പണി. അവൻ അവൾക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ കുറുമ്പോടെ പറഞ്ഞതും അവളുടെ ചുടികളിൽ ആരെയും മയക്കാൻ പാകത്തിന് ഒരു കുഞ്ഞു പുഞ്ചിരി നിറഞ്ഞു. മനസ്സിൻ്റെ സന്തോഷം മുഖത്ത് തെളിയും പോലെ ആ മുഖത്ത് 1000 പൂർണ്ണചന്ദ്രന്മാർ ഉദിച്ച തെളിച്ചം നിറഞ്ഞിരുന്നു. കാലങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം കുറിക്കാൻ ഈ ഒരു രാവ് മാത്രം ബാക്കിയുള്ളൂ എന്ന തിരിച്ചറിവോടെ. വിശക്കുന്നുണ്ടോ? എല്ലാവരോടും സംസാരിച്ച് നടക്കുന്നതിനിടയിൽ ക്ഷീണത്തോടെ നന്ദൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നതേ ഉള്ളൂ ചോദ്യം എത്തി. ഈ ഇളിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയൊന്നും അല്ല അല്ലേ? മടുത്തു. അവൾ നെറ്റിയും തടവിക്കൊണ്ട് പറഞ്ഞതും നന്ദൻ ചിരിയോടെ അവളുടെ ഉള്ളം കൈയോട് കൈ ചേർത്ത് വെച്ചു. ഇന്ന് തന്നെ നീ ഇങ്ങനെ പറഞ്ഞാൽ നാളെ എന്താക്കും? എത്ര മണിക്കൂറാ സ്റ്റേജിൽ നിൽക്കേണ്ടി വരിക? എനിക്കെങ്ങും വയ്യ. നമുക്ക് ഒളിച്ചോടി കല്യാണം കഴിച്ചാലോ നന്ദേട്ടാ? യക്ഷിപ്പല്ലും പുറത്ത് കാട്ടി ഇളിച്ചുകൊണ്ട് അവൾ ചോദിക്കുന്നത് കേട്ട് നന്ദന് ചിരിക്കാൻ തുടങ്ങി. നീ ഇത് 2 ദിവസം മുന്നേ പറയണ്ടേ മണി, ഈ കല്യാണത്തലേന്നൊക്കെ പറഞ്ഞാൽ. കുഴപ്പമില്ല, ഞാൻ ഈ സമയത്ത് ട്രെയിൻ വല്ലതും ഉണ്ടോ എന്നും നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ഒളിച്ചോടാം. അവൻ എങ്ങനെയുണ്ട് എന്ന രീതിയിൽ പിരികമുയർത്തിയതും അവൾ ചിരിയോടെ അവൻ്റെ കയ്യിൽ തൂങ്ങി. അവനും ചിരിയാലെ അവളെ ചേർത്ത് പിടിച്ചതും അതെല്ലാം കണ്ടുകൊണ്ട് കണ്ണുകൾ നിറയുമ്പോഴും ചുണ്ടിൽ പുഞ്ചിരിയോടെ നിൽക്കുകയായിരുന്നു ഗൗതം. രാത്രി ഏറെ വൈകിയിട്ടും മണിക്കെന്തോ ഉറക്കം വന്നിരുന്നില്ല. നാളത്തെ ദിവസത്തെ പറ്റി ഓർക്കുമ്പോൾ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. എങ്കിലും ഏട്ടൻ എന്നൊരു വികാരം അവളെ വേദനിപ്പിച്ചു. ഇതുവരെ ഏട്ടൻ്റെ കുഞ്ഞു പെങ്ങളായി കയ്യിൽ തൂന്നി നടന്നിരുന്ന തനിക്ക് എന്തോ ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായി അവൾക്ക് തോന്നി. ഏട്ടനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കിടക്കാൻ മനസ്സ് ആഗ്രഹിച്ചുവെങ്കിലും ഇന്ന് ഏട്ടന് വേറൊരു കുടുംബമുണ്ട് എന്ന യാഥാർത്ഥ്യം അവളെ അതിന് പിന്നിലേക്ക് വലിച്ചു. എന്താ ഏട്ടാ, ഉറങ്ങിയില്ലേ? അവൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുമ്പോൾ തന്നെ ഉറക്കച്ചടവോടെ പാറു ചോദിച്ചതും ഗൗതം അസ്വസ്ഥതയോടെ നിറഞ്ഞ മനസ്സോടെ കണ്ണുകൾ അടയ്ക്കാൻ ശ്രമിച്ചു. എന്താ ഏട്ടാ? ഏട്ടൻ കരയുവാണോ? കണ്ണുകൾ അടച്ചപ്പോൾ ചെന്നിയിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ ഒരു കൈയാൽ തുടച്ചു കൊടുത്തുകൊണ്ട് പാറു ചോദിച്ചപ്പോഴാണ് അവനും താൻ കരയുകയായിരുന്നു എന്ന ബോധം വന്നത്. അവനൊന്നും മിണ്ടിയില്ല. പാറു ചിരിയോടെ അവൻ്റെ നെഞ്ചിൽ നിന്നും ഇറങ്ങിക്കിടന്നു. ഏട്ടാ,
എനിക്ക് ഏട്ടൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കും. ഏട്ടൻ പൊയ്ക്കോ. എന്നെ ഇഷ്ടപ്പെടും മുന്നേ ഏട്ടനെ നെഞ്ചി കിടന്നുറങ്ങിയ കുഞ്ഞു പെങ്ങളല്ലേ മണി. അവൾക്ക് ഉറക്കം കിട്ടുന്നുണ്ടാവില്ല. ഏട്ടൻ ചെല്ല്. അവളുടെ സങ്കടങ്ങളെല്ലാം തീർത്തിട്ട് വന്നാൽ മതി. അവൻ്റെ വശത്തേക്ക് ചെരിഞ്ഞു കിടന്ന് പുഞ്ചിരി നിറച്ചുകൊണ്ട് പാറു പറയുന്നത് കേട്ട് ഗൗതമിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നിപ്പോയി. തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നല്ല പാതിയെയാണ് തനിക്ക് കിട്ടിയതെന്ന് തിരിച്ചറിവോടെ അവൻ പുഞ്ചിരിയോടെ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. എനിക്കറിയാം നിൻ്റെ ആഗ്രഹം, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ വേണമെന്നാണ്. പക്ഷേ സോറി, എനിക്ക് അവളെ അല്ലാതെ സ്വന്തം എന്ന് പറയാൻ വേറെ കൂടെപ്പുറപ്പൊന്നുമില്ലല്ലോ. എൻ്റെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും ഒരുപോലെ കൂടെ നിൽക്കുന്നവളാണ്. ചെറിയൊരു വേദന വന്നാലും ഓടി വന്ന് എൻ്റെ നെഞ്ചിൽ ചേരുന്നവളാണ്. ഇന്നൊരു രാത്രി ഒരിക്കലും അവൾക്ക് ഉറങ്ങാൻ സാധിക്കില്ല പാറു. ഞാനേ ഉള്ളൂ അവളെ. ബാക്കി പറയാൻ അവനാകുമായിരുന്നില്ല. പാറു അവനെ ആശ്വസിപ്പിക്കും മട്ടേ മുടിയിലൂടെ തലോടി. മതി പറഞ്ഞത്. ഏട്ടൻ പോകാൻ നോക്കിയേ. ഇനി അവിടെ ചെന്ന് എങ്ങാനും കരഞ്ഞ അവളെ കൂടി കരയിച്ചണ്ടല്ലോ. ചെല്ലു പൊക്കോ. അവൾ അവനെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. അവൻ റൂമിൽ നിന്നും ഇറങ്ങിയതും പാറുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു വന്നു. അവൾ തലയിണയിൽ മുഖം പൂഴ്ത്തിക്കിടന്നു. ഈ ഒരാഴ്ച അവൾ നന്നേ ആസ്വദിച്ചിരുന്നു മണിയോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാത്ത സംസാരങ്ങളും കളിച്ചിരികളും അവളുടെ കാതുകളിൽ മുഴങ്ങിക്കേട്ടു. ഒരാഴ്ച ഒരുമിച്ചുള്ള ജീവിതം അവൾ അത്രമാത്രം സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. മണിയേ. കയറി ചെന്നപാടെ കാണുന്നത് തിരിഞ്ഞു കിടക്കുന്ന മണിയെയാണ്. അവൾ ഉറങ്ങിയിട്ടില്ല എന്നവന് വ്യക്തമായിരുന്നു. മണിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. എങ്കിലും അവളൊന്ന് തിരിഞ്ഞുപോലും നോക്കാതെ അല്പമൊന്ന് നീങ്ങിക്കിടന്നതും അവനത് മനസ്സിലാക്കി അവളുടെ അരികിൽ കയറി കിടന്നു. അവൾ മെല്ലെ തിരിഞ്ഞ് അവൻ്റെ കൈക്കുഴിയിൽ ചേർന്ന് കിടന്നു. അവൻ്റെ കൈ അവളുടെ മുടിയിലൂടെ തലോടി. മണിയേ. നീ അവിടെ പോയി കുരുത്തക്കേടൊന്നും കാണിക്കരുത് കേട്ടോ. നന്ദൻ്റെ ദേഷ്യം നിനക്ക് അറിയാവുന്നതല്ലേ. അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അവളൊന്നും മിണ്ടാതെ അവനെ പറ്റിച്ചേർന്ന് കിടന്നു. ഇവിടെ നിന്നും പോയാൽ നീ എന്നെ മറക്കുകൂടി? അവനൊരു തമാശ രൂപേണയായിരുന്നു ചോദിച്ചത്. അതിന് മറുപടി എന്നോണം അവൾ അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. എനിക്ക് ഏട്ടൻ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ മറക്കുമോ എൻ്റെ ഏട്ടനെ? നീ ഇനിയും സങ്കടപ്പെടുത്തല്ലേ ഏട്ടാ. അവളുടെ സ്വരം നന്നേ ഇടറിയിരുന്നു. ഗൗതമിൻ്റെ കണ്ണുകളും നിറഞ്ഞു വന്നു. അവൻ അവളുടെ നെറുകയിലൊന്ന് ചുംബിച്ചു, അങ്ങേയറ്റം വാത്സല്യത്തോടെ. ആ നേരം അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്ന മുഖം പ്രസവിച്ച് ആദ്യമായി തൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ച് ആ കുഞ്ഞു പെണ്ണിൻ്റെ മുഖമായിരുന്നു. കുഞ്ഞു ചുണ്ടുകൾ പിളർത്തി കരയുന്ന കുഞ്ഞു പെണ്ണിൻ്റെ മുഖം. അവൾ തൻ്റെ കയ്യും പിടിച്ച് നടക്കാൻ പഠിച്ചതും ആദ്യമായി ഏട്ട എന്ന് വിളിച്ചതും അവന് തൻ്റെ ഓർമ്മകളിലെ പൊൻതൂവൽ തന്നെയായിരുന്നു. ആദ്യമായി അവൾ വലിയ കുട്ടിയായി എന്നറിഞ്ഞപ്പോൾ അച്ഛനോടൊപ്പം കണ്ണുകൾ നിറഞ്ഞത് തൻ്റേത് തന്നെയായിരുന്നു. അവളുടെ ഓരോ വളർച്ചയിലും അവൻ കൂടെ ഉണ്ടായിരുന്നു. ഇന്നൊരു ദിവസം കഴിഞ്ഞാൽ അവൾ വേറൊരു പദവിയിലേക്ക് കൂടി കാൽവയ്ക്കുന്നു. മകൾ എന്ന പദവിയും അനിയത്തി എന്നതും കഴിഞ്ഞ് ഒരു ഭാര്യയായി. അവളെ ഒരിക്കൽ കൂടി നോക്കി കണ്ണുകൾ തന്നിലേക്കാക്കി കിടക്കുന്നവളെ അവൻ വാത്സല്യത്തോടെ നോക്കി. മണി, എഴുന്നേറ്റേ. മുത്തശ്ശി അമ്പലത്തിൽ പോകാൻ കാത്തു നിൽക്കുന്നടി. കേട്ടോ മനുഷ്യ, എഴുന്നേക്ക്. രാവിലെ 4 മണിക്ക് തന്നെ രണ്ടിനെയും കുത്തിപ്പൊക്കാനുള്ള ശ്രമത്തിലാണ് പാറു. ആൾ രാവിലെ തന്നെ കുളിച്ചിട്ടുണ്ട്. ആൾക്കിന്ന് ഉത്തരവാദിത്തം കൂടുതലാണേ. ഒന്നാമതേ സ്വന്തം ഏട്ടൻ്റെ വിവാഹം, രണ്ടാമത് ഹൃദയവും കരളുമൊക്കെ അതിലുപരി നാത്തൂൻ്റെ കല്യാണം. അപ്പോൾ ഒരു ഉത്തരവാദിത്വമൊക്കെ ആകാം അല്ലേ? ഈ മനുഷ്യനെ കൊണ്ട് ഇന്ന് നിങ്ങളുടെ പെങ്ങളുടെ കല്യാണമാണെടോ. ഉത്തരവാദിത്തമില്ലാത്ത ആങ്ങളെ. ഒന്നേ എണീക്ക്. നിങ്ങളൊക്കെ എൻ്റെ ആങ്ങളെ കൊണ്ട് പഠിക്കണം. രാത്രി പോലും ഒരു പോള കണ്ണടച്ചിട്ടില്ല. പറഞ്ഞ് പാറു ചീത്ത വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ കണ്ണും തിരുമ്മിക്കൊണ്ട് ഗൗതം എഴുന്നേറ്റു. എഴുന്നേൽക്കുന്ന നേരത്ത് ആൾ സൈലൻ്റ് ആയതുകൊണ്ട് പാറുവിന് പിന്നെ ഒന്നും കേൾക്കേണ്ടി വന്നില്ല. ഇത് നന്ദനങ്ങാനായി നോക്കണം. എൻ്റെ ഈശ്വരാ. എന്താടി, നിനക്ക് വെളിച്ചം പോലും വന്നിട്ടില്ലല്ലോ. എന്നിട്ടാണോടി രാവിലെ തന്നെ മനുഷ്യനെ മെനക്കെടുപ്പാൻ. കണ്ണും തിരുമ്മി കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ ചാരിയിരുന്നു കൊണ്ട് ഗൗതം പറഞ്ഞു. പാറു അവനെ കണ്ണുരുട്ടി നോക്കി. ഇന്ന് ഈ കിടക്കുന്ന മണിയുടെ കല്യാണമാണ് മനുഷ്യ. അതിന് കുന്തം. അവളെന്ത് വിളിയടോ. രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം ഒരുക്കാൻ. നേരം വൈകിയ മുഹൂർത്തം കഴിയില്ലേ. അവളെ വിളിച്ച് താഴേക്ക് വിട്, ഞാൻ ആ പടിക്ക് കാപ്പിയിടാം. അവനെ തട്ടിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൻ്റെ മിഴികൾ അത്ഭുതത്തോടെ വിടർന്നു. ഇത് പാറു തന്നെയാണോ? നിനക്കെന്തെങ്കിലും ഉണ്ടാക്കാനറിയോ? ഓംലെറ്റ് ഉണ്ടാക്കാനറിയാം. ബ്രെഡ് ഉണ്ടല്ലോ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ. കട്ടപ്പല്ലും പുറത്ത് കാണിച്ചുകൊണ്ടുള്ള അവളുടെ ഇളയിൽ ഗൗതം ഒന്ന് കണ്ണുരുട്ടി നോക്കി. അവൾ അതിനൊന്ന് പുച്ഛിച്ചുകൊണ്ട് താഴേക്ക് നടന്നു. അവൾ നന്നാവേ. എത്ര നല്ല നടക്കാത്ത സ്വപ്നം. ഇവളുടെ കെട്ട് കഴിഞ്ഞ് ഇന്നും ഈ ഓംലേറ്റ് തന്നെ ആകുമല്ലേ ടീച്ചരാ. ഗൗതം അറിയാതെ തന്നെ ഒന്ന് ഓർത്തുപോയി. ഡി മണി, എണീക്കടി. ഗൗതം മണി ഒന്ന് തട്ടി വിളിച്ചു. 1 മിനിറ്റ് ഏട്ടാ, ഉറക്കം കഴിഞ്ഞില്ല.
അവൾ ഒന്നുകൂടെ ചെരിഞ്ഞു കിടന്നു. ഗൗതം ചിരിയോടെ അവളെ പിന്നെയും തനിക്ക് അഭിമുഖമായി തിരിച്ചു. മണിയെ, നീയായിട്ട് എണീക്കണോ അതോ നന്ദനെ വിളിക്കണോ? ആ ഒരു ചോദ്യത്തിൽ തന്നെ അവൾ ഞെട്ടി എഴുന്നേറ്റിരുന്നു. ഗൗതം ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ നോക്കി. എന്തിനാടി അവനിങ്ങനെ പേടിക്കുന്നത്? എനിക്ക് അങ്ങേരെയല്ല പേടി, അങ്ങേരുടെ വായിൽ നിന്ന് വരുന്ന സുപ്രഭാതമാണ്. സത്യം പറയട്ടെ, അത് കേട്ടുണർന്ന അന്നത്തെ ദിവസം വേറെ കൂറായിരിക്കും. ഒന്ന് മാറിയെന്നെ. ഞാനൊന്ന് എഴുന്നേക്കട്ടെ. ഗൗതമിനെ ഒന്ന് തള്ളി മാറ്റിക്കൊണ്ട് എഴുന്നേറ്റ് പോകുന്ന മണിയെ അവൻ പുഞ്ചിരിയോടെ നോക്കി.